ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് നൂറയോട് പറയുന്ന ക്യാപ്റ്റൻ ആയതല്ലേ എല്ലാവരെയും ഗ്രൂപ്പ് തിരിക്കാൻ പറയുന്ന വെസൽ, കിച്ചൺ, ബാത്റൂം, ഫ്ലോറിലൊക്കെ എല്ലാവരെയും ഗ്രൂപ്പ് തിരിക്കാൻ പറയുന്നു. അങ്ങനെ നൂറ എല്ലാവരെയും ഗ്രൂപ്പ് തിരിക്കാനായിട്ട് തീരുമാനിച്ച് ആദ്യം കിച്ചൺ ടീമിനെയാണ് വിളിക്കുന്നത്. അതിൽ ആദില, അനിമോള്, സാബുമോനെ കിച്ചൺ ക്യാപ്റ്റനാക്കിയിരിക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും കിച്ചൺ ടീമായി. അത് കഴിഞ്ഞ് ഫ്ലോർ ക്ലീനർമാരെയാണ്. അതിൽ അനീഷിനെയും ഷാനവാസിനെയും ഫ്ലോർ ക്ലീനറിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ അവർക്ക് ബാത്റൂമും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ നൂറായും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെസൽ ടീമിന് മുട്ടം പണി കൊടുത്തിരിക്കുന്നത് അക്ബറിനും നെവിനും തന്നെയാണ്. അത് മനഃപൂർവ്വം അവർ നൂറ അങ്ങനെ തന്നെ കൊടുത്തതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ച് അക്ബറിനും നെവിനും വെസൽ ടീമിലേക്ക് ഇട്ട് പണി കൊടുത്തിരിക്കുകയാണ്. അപ്പം അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂം ക്ലീൻ ചെയ്യാം, പക്ഷേ ബക്കറ്റിൽ ഇങ്ങനെ തുണി വെക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞത് അനുമോളാണ് എപ്പോഴും വെക്കുന്നത്, ഇന്നും വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി അങ്ങനെ വെക്കരുതെന്ന്. അങ്ങനെ അവർ പിന്നെ എല്ലാ ഗ്രൂപ്പുകാരെയും തിരിച്ച് നൂറ എന്നിട്ട് കുക്കിങ് തുടങ്ങി. അനുമോളും ആദിലയും സാബുമോനും കൂടി എല്ലാവർക്കും സമയത്ത് ഫുഡ് തരാം, എപ്പോഴൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി എന്നും കൂടെ കിച്ചൺ ടീം പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം, പക്ഷെ അത് പറഞ്ഞിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഗുളിക കഴിക്കേണ്ടവർക്ക് എത്ര നേരത്തെ വേണമെന്നുള്ളത് നേരത്തെ അറിയിച്ചാൽ അതനുസരിച്ച് ഫുഡ് തരാം. പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിന് വേണ്ടവർക്ക് എടുത്ത് കഴിക്കാം എന്നൊക്കെ പുതിയ റൂള് ഇവർ കൊണ്ടുവന്ന് അവർക്കിട്ട് പണിയാണ്. അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.